Solidification of metals. Solidification involves the transformation of the molten metal back into the solid state. നമ്മൾ ആദ്യമേ ഒരു മെറ്റലുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഉരുക്കുന്നു, മെൽറ്റ് ചെയ്യിക്കുന്നു, മെൽറ്റ് ചെയ്ത് എന്താക്കുന്നു, ഒരു മോൾട്ടൺ ഫോമിലാക്കുന്നു. ആ മോൾട്ടൺ മെറ്റൽ തിരിച്ച് അതിൻ്റെ പഴയ സോളിഡ് സ്റ്റേറ്റിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് സോളിഡ് സ്റ്റേറ്റിലോട്ടുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് കോൾഡ് solidification. The solidification process differs depending on whether the metal is a pure element or an alloy. അപ്പോൾ ഈ സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കില്ല, എല്ലാ മെറ്റലിനും ഒരേപോലെ ആയിരിക്കില്ല. അത് പ്യുവർ ആണെങ്കിൽ ഒരു ടൈപ്പായിരിക്കും, അല്ലെങ്കിൽ അലോയ് ആണെങ്കിൽ മറ്റൊരു ടൈപ്പിലായിരിക്കും. അതായത് അതിൻ്റെ പ്യൂരിറ്റിയും അതിൻ്റെ കോമ്പോസിഷനും അനുസരിച്ച് സോളിഡിഫിക്കേഷൻ പ്രോസസ്സിൽ ഡിഫറൻസസ് ഉണ്ട്. സോ ആദ്യം നമുക്ക് പ്യുവർ മെറ്റൽസ് എങ്ങനെയാണ് സോളിഡിഫൈ ചെയ്യുന്നത് എന്ന് നോക്കാം. എ പ്യുവർ മെറ്റൽ solidifies at a constant temperature equal to its freezing point, which is the same as its melting point. പ്യുവർ മെറ്റൽസ് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് സോളിഡിഫൈ ചെയ്യുന്നത്. ആ ടെമ്പറേച്ചറിന് നമ്മളെന്താന്ന് പറയുന്നു, ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നു. അത് തന്നെയാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്. ഫ്രീസിങ് പോയിൻ്റ് മീൻസ് എന്താണ്, ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവുന്നു, ഫ്രീസ് ആവുന്നു. അതേ ടെമ്പറേച്ചറിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പം എന്താവുന്നത്, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവും. സോ freezing point and melting point is the same. The process occurs over time as shown in the plot called a cooling curve. So ഈ solidification process അതിനെ നമ്മൾ ടൈമുമായിട്ട് പ്ലോട്ട് ചെയ്യുമ്പം ഉള്ള ഒരു കർവിനെ പറയുന്നത്, അല്ലെങ്കിൽ ആ കിട്ടുന്ന ഗ്രാഫിനെ പറയുന്നത് കൂളിംഗ് കർവ് എന്നാണ്. സോ ഇതാണ് ഒരു പ്യുവർ മെറ്റലിൻ്റെ കൂളിംഗ് കർവ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ടെമ്പറേച്ചറുമാണ്. നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും ലിക്വിഡ് ആ പോറിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മോൾട്ടൺ മെറ്റലാണ്. മോൾട്ടൺ മെറ്റൽ പോറ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് പോറിങ് ടെമ്പറേച്ചർ. അതെന്താണ്, അതൊരു ഹൈ ടെമ്പറേച്ചറാണ്. അത് പോറ് ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു, ലിക്വിഡ് കൂളായി വരുന്നു. അതാണ് ലിക്വിഡ് കൂളിംഗ്. ആ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. ആ ഗ്രാഫ് താഴ്ന്നു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ, ആ ഫ്രീസിങ് ബിഗിൻസ് എന്ന പോയിന്റിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഫ്രീസിങ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മുടെ സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ. എന്നിട്ട് അത് പാരലായിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ട് പാരലായിട്ട് പോകുന്നു, കാരണം സെയിം ടെമ്പറേച്ചർ, ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ സോളിഡിഫിക്കേഷൻ സംഭവിക്കുന്നത്. അത് ആ പാരൽ ലൈൻ തീരുന്നിടത്ത് ഫ്രീസിങ് ഗെറ്റ്സ് കംപ്ലീറ്റഡ്. അവിടുന്ന് പിന്നെ സംഭവിക്കുന്നു, അപ്പോൾ സോളിഡായി മാറിയിരിക്കുകയാണ്. ഇനി ആ സോളിഡ് കൂളായി വരുവാണ്. അതായത് സോളിഡ് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലോട്ട് നടക്കും. ആ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിനെയാണ് അവിടെ ഫ്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 2 ടൈമുണ്ട്. ടോട്ടൽ സോളിഡിഫിക്കേഷൻ ടൈം, അതായത് നമ്മൾ ആ മോൾട്ടൺ മെറ്റൽ പോറ് ചെയ്തത് തൊട്ട് സോളിഡിഫൈ ആകുന്നത് വരെ ഉള്ള ടൈമിനെയാണ് ടോട്ടൽ സോളിഡിഫിക്കേഷൻ ടൈം എന്നും, ലോക്കൽ സോളിഡിഫിക്കേഷൻ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ആ ഫ്രീസിങ് തുടങ്ങി ആ ഫ്രീസിങ് തീരുന്ന വരെയുള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ സോളിഡിഫിക്കേഷൻ ടൈം എന്ന് പറയുന്നത്. ദ ആക്ച്വൽ ഫ്രീസിങ് ടേക്സ് ടൈം called the local solidification time in casting, during which the metal's latent heat of fusion is released into the surrounding mold. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്താണ്, ഒരു സോളിഡിന് അതേ ടെമ്പറേച്ചറിലുള്ള ലിക്വിഡായിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന എനർജിയെ അല്ലെങ്കിൽ ഹീറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, ലിക്വിഡിൽ നിന്ന് സോളിഡിലോട്ടാവുകയാണ്.
സോ അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഹീറ്റ് റിലീസ് ചെയ്യണം. സോ ഈ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ റിലീസ് ചെയ്തിട്ട് ആ മോൾഡിലോട്ട് റിലീസ് ചെയ്തിട്ടാണ് എന്താവുന്നത്, സോൾഡിഫിക്കേഷൻ ചെയ്യുന്നത്. ലേറ്റൻറ്റ് ഹീറ്റാണ് റിലീസ് ചെയ്യുന്നത്. സോ അതായത് അവിടെ ഫേസ് ചേഞ്ച് മാത്രമേ ഉള്ളൂ, ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല. സോ അതുകൊണ്ടാണ് ടെമ്പറേച്ചർ എന്തായിട്ട് മാറുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നത്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ temperature. The total solidification time is time taken between pouring and complete solidification. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. After the casting has completely solidified, cooling continues at a rate indicated by the downward slope of the cooling curve. സോളിഡിഫൈ ആയതിനു ശേഷം എന്ത് സംഭവിക്കുന്നു, ആ സോളിഡ് ഫോമിൽ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു, കൂളിംഗ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. ഫിസിക്കലി ഈ ഒരു സോൾഡിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഒരു പ്രോഗ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് ഓഫ് ദ ചില്ലിംഗ് ആക്ഷൻ ഓഫ് ദ മോൾഡ് വാൾ, എ തിൻ സ്കിൻ ഓഫ് സോളിഡ് മെറ്റൽ ഈസ് ഇനിഷ്യലി ഫോംഡ് അറ്റ് ദ ഇൻ്റർഫേസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പോറിംഗ്. നമ്മൾ മോൾട്ടൺ മെറ്റൽ ഈ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു, ആ മോൾഡിനോട് ചേർന്ന്, മോൾഡിൻ്റെ ക്യാവിറ്റിയോട് ചേർന്ന് ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു സോളിഡ് ലെയർ അവിടെ ഉണ്ടാകുന്നു, ഒരു സോളിഡ് മെറ്റൽ ലെയർ അവിടെ ഉണ്ടാകും. അതിനെ നമ്മൾ സ്കിൻ എന്നാണ് പറയുന്നത്. വളരെ തിക്നെസ് കുറഞ്ഞു, അതുകൊണ്ടാണ് അതിനെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മോൾഡ് ക്യാവിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണ്. നമ്മുടെ മെറ്റൽ എന്ന് പറയുന്നത്, മോൾട്ടൺ മെറ്റൽ ഹൈ ടെമ്പറേച്ചറിലാണ്. സോ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ ആ ഒഴിക്കുന്ന സമയത്തിന് ഇമ്മീഡിയറ്റ്ലി എന്ത് സംഭവിക്കുന്നു, ഒരു ചെറിയ വളരെ കട്ടി കുറഞ്ഞ ഒരു സ്കിൻ ഓഫ് സോളിഡ് മെറ്റൽ, സോളിഡ് മെറ്റലിൻ്റെ ഒരു തൊലി, അതായത് വളരെ കട്ടി കുറഞ്ഞ ഒരു ലെയർ അവിടെ ഫോം ചെയ്യുന്നു. തിക്നെസ് ഓഫ് ദ സ്കിൻ ഇൻക്രീസസ് ടു ഫോം എ ഷെൽ അറൗണ്ട് ദ മോൾട്ടൺ മെറ്റൽ ആസ് സോൾഡിഫിക്കേഷൻ പ്രോഗ്രസസ് ഇൻവേർഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ ക്യാവിറ്റി. പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ആ സ്കിന്നിൻ്റെ തിക്നെസ് കൂടി വരുന്നു. അവസാനം അത് എന്തായിട്ട് മാറുന്നു, ഒരു ഷെല്ലായിട്ട് മാറുന്നു. അതിന് സ്കിന്നായിരുന്നു, പിന്നെ അത് ഒരു ഷെല്ലായിട്ട് മാറുന്നു. അതിൻ്റെ തിക്നെസ് കൂടി വരുമ്പോൾ നമ്മളതിന് ഷെല്ലെന്ന് പറയുന്നു. ഈ സോൾഡിഫിക്കേഷൻ നടക്കുന്നത് ഔട്ടർ ടു ഇൻവേർഡ്സ് ആണ്, പുറത്ത് നിന്ന് അകത്തോട്ടാണ്. നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പം ആദ്യമേ ഔട്ടർ ലെയേഴ്സാണ്, അതായത് മോൾഡ് ക്യാവിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ആദ്യം സോൾഡിഫൈ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സെൻറ്ററിലോട്ട്, ആ ക്യാവിറ്റിയുടെ സെൻറ്ററിലോട്ട് സോൾഡിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നു. സോ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഔട്ടർ ടു ദ സെൻറ്റർ ഓഫ് ദ ക്യാവിറ്റി. അലോയ് മെറ്റൽ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലോയ്സിൻ്റെ, മെറ്റൽ അലോയ്സിൻ്റെ സോൾഡിഫിക്കേഷനെ പറ്റിയിട്ടാണ്. മോസ്റ്റ് അലോയ്സ് ഫ്രീസ് ഓവർ എ ടെമ്പറേച്ചർ റേഞ്ച് റാദർ ദാൻ അറ്റ് എ സിംഗിൾ ടെമ്പറേച്ചർ. അതായത് മെറ്റൽ അലോയ്സ് ഫ്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സോൾഡിഫൈ ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലല്ല, ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ്. അതായത് ഫ്രീസിങ് നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. ദ എക്സാക്ട് റേഞ്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ അലോയ് സിസ്റ്റം ആൻഡ് ദ പർട്ടിക്കുലർ കോമ്പോസിഷൻ. ആ എക്സാക്ട് റേഞ്ച്, ആ ടെമ്പറേച്ചർ റേഞ്ച് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അലോയ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യും. അതായത് എത്ര മെറ്റൽസ് ഉണ്ട്, എത്ര എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ആ അലോയ് ഫോം ചെയ്തേക്കുന്നത്. ആൻഡ് ആൾസോ ഇറ്റ്സ് എ പർട്ടിക്കുലർ കോമ്പോസിഷൻ. ഓരോ മെറ്റൽസും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റ്സും എത്ര ശതമാനമുണ്ട്, അതിൻ്റെ കോമ്പോസിഷൻ എത്ര, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ത്, ആ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഈ മെറ്റൽ അലോയ്സിൻ്റെ കൂളിംഗ് കർവ് എന്ന് പറയുന്നത് നമുക്കൊരു ഫേസ് ഡയഗ്രം കൂടെ യൂസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന അലോയ് എന്ന് പറയുന്നത് നിക്കലും കോപ്പറും കൂടെ ചേർന്നതാണ്. സോ നിക്കലിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1455 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1083 ആണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സോൾഡിഫൈ ആണെങ്കിൽ, ഇപ്പം മെറ്റൽ അലോയ് അല്ല പ്യുവർ മെറ്റൽസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, നിക്കൽ 1455 ആകുമ്പോഴത്തേക്കും
അത് സോൾഡിഫൈ ആവും, ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. കോപ്പർ ആണെങ്കിലോ, കോപ്പർ 1083 എത്തുമ്പോഴത്തേക്കും നമ്മൾ ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവന്ന് 1083 എത്തുമ്പോഴത്തേക്കും അത് ഫ്രീസ് ചെയ്ത് തുടങ്ങും. പക്ഷേ ഇതിൻ്റെ ഒരു അലോയ് ആകുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ ഒരു ടെമ്പറേച്ചറിൽ അതിന് ഫ്രീസ് ചെയ്യാൻ പറ്റത്തില്ല, സോൾഡിഫൈ ആകാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്രീസിങ് പോയിൻറ്റ് ഡിഫറെൻ്റാണ്. ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ, ഫോർ എക്സാമ്പിൾ ഒരു 1200 ഡിഗ്രി സെൽഷ്യസ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? നമ്മുടെ നിക്കൽ ആൾറെഡി സോൾഡിഫൈ ആയി കാണും. ബട്ട് എന്തായിട്ടുണ്ടാവില്ല നമ്മുടെ കോപ്പർ. കാരണം കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെന്ന് മുകളിലെ ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, 1200 നിൽക്കുന്നത്. അപ്പോൾ അതെന്തായാലും ലിക്വിഡ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. സോ അതാണ് ഈ അലോയ്സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് 2 ടെമ്പറേച്ചർ വരുന്നുണ്ട്, ലിക്വിഡസും സോളിഡസും. ലിക്വിഡസ് ടെമ്പറേച്ചർ മീൻസ് ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ അലോയ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ. അതിൽ നിന്നും കുറഞ്ഞ എന്ത് സംഭവിക്കുന്നു? അത് സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറിപ്പോകുന്നു. അതേപോലെ തന്നെയാണ് ഏത്? സോളിഡസ് ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ അലോയ് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അതിൽ നിന്നും കൂടിയാൽ, സോളിഡസിൽ നിന്നും കൂടിക്കഴിഞ്ഞാൽ എന്താകുന്നു? അത് ലിക്വിഡ് ഫോമിലോട്ട് മാറും. സോ ഇതിപ്പോൾ നമ്മളൊരു 50% ഓഫ് നിക്കൽ ആൻഡ് കോപ്പർ എന്ന ആ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ കൂളിംഗ് കർവ് നോക്കുകയാണെങ്കിൽ ആ ഫ്രീസിങ് ബിഗിൻ ചെയ്യുന്ന അവിടെ മുതൽ ഫ്രീസിങ് കംപ്ലീറ്റ് ആകുന്നവരെ, അതായത് അതിൻ്റെ ലിക്വിഡസ് ടെമ്പറേച്ചറിൽ നിന്ന് സോളിഡസ് ടെമ്പറേച്ചറിലോട്ടാകും. ലിക്വിഡസ് ടെമ്പറേച്ചറിൽ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിരിക്കും. അതിനുശേഷം താഴോട്ട് വരുമ്പം ലിക്വിഡ് പ്ലസ് സോളിഡ് എന്നൊരു സ്റ്റേറ്റ് ആയിരിക്കും. വീണ്ടും താഴോട്ട് വരുമ്പോൾ എന്താവുന്നു? സോളിഡസ് ടെമ്പറേച്ചറാണ്. അതിനുശേഷം ഫുൾ സോളിഡായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ 2 ടെമ്പറേച്ചറിലാണ് ഇത് രണ്ടും ഫ്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഫ്രീസിങ് നടക്കുന്നത്, സോളിഡിഫിക്കേഷൻ നടക്കുന്നത് ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാവുന്നത്. ഫിസിക്കലി മെറ്റൽ അലോയ്സിൻ്റെയും സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്യുവർ മെറ്റൽസിന് പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു സ്കിൻ ഉണ്ടാകുന്നു, പിന്നീട് ഒരു ഷെൽ ടൈപ്പ് ഉണ്ടാകുന്നു. ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ ക്യാവിറ്റി തന്നെയാണ് അതിൻ്റെ ഒരു ഡയറക്ഷൻ ഓഫ് സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സോളിഡിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂളാണ്. ഇറ്റ്സ് കാൾഡ് വെർനോവ്സ് റൂൾ, ഓർ യു ക്യാൻ പ്രൊനൗൺസ് ഇറ്റ് ആസ് ഷൊർണോവ്സ് റൂൾ. ഒരു ചെക്ക് റിപ്പബ്ലിക്കൻ നെയിമാണത്, ചെക്ക് സയൻറ്റിസ്റ്റിൻ്റെ ഒരു പേരാണത്. Knowledge of the time needed for solidification is crucial for any casting procedure. ഒരു കാസ്റ്റിംഗ് അതിന് സോളിഡിഫൈ ആക്കാൻ വേണ്ട സമയം അത് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ കാസ്റ്റിംഗ് പ്രൊസീജിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഒരു കാസ്റ്റിംഗ് എത്ര സമയം കൊണ്ട് സോളിഡിഫൈ ആകും എന്നുള്ളത്. The rate at which growth of a solid occurs depends on the cooling rate or the rate of heat extraction. ആ സോളിഡിഫിക്കേഷൻ അതിൻ്റെ റേറ്റ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മുടെ മെറ്റലിൻ്റെ കൂളിംഗ് റേറ്റിന്. അതായത് ഇത് എത്രത്തോളം കൂളാവുന്നു അത്രത്തോളം പെട്ടെന്ന് എന്താകുന്നു? സോളിഡാകുന്നു. എ ഹയർ കൂളിംഗ് റേറ്റ് പ്രൊഡ്യൂസസ് റാപ്പിഡ് സോളിഡിഫിക്കേഷൻ ഓർ ഷോർട്ട് സോളിഡിഫിക്കേഷൻ ടൈം. കൂളിംഗ് റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് സോളിഡിഫൈ ആവും. അതായത് നമ്മുടെ സോളിഡിഫിക്കേഷൻ ടൈം എന്ന് പറയുന്നത്, സോളിഡിഫൈ ആകാൻ എടുക്കുന്ന സമയം അത് എന്തായിരിക്കും? കുറവായിരിക്കും. കൂളിംഗ് റേറ്റ് കൂടുതലാണെങ്കിൽ സോളിഡിഫിക്കേഷൻ ടൈം കുറവായിരിക്കും. എ ജനറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സോളിഡിഫിക്കേഷൻ ടൈം, ദ വോളിയം ആൻഡ് ദ സർഫസ് ഏരിയ ഓഫ് കാസ്റ്റിംഗ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ വെർനോവ്സ് റൂൾ. സോ നമ്മൾ വെർനോവ്സ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ സോളിഡിഫിക്കേഷൻ ടൈമിൻ
കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു റൂളാണ് നമ്മുടെ വെർനോവ്സ് റൂൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ വെർനോവ്സ് റൂൾ ഓർ വെർനോവ്സ് ഇക്വേഷൻ. Ts equals to B into V by A the whole raised to n, where Ts is the solidification time, V is the casting volume. Ts എന്ന് പറയുന്നത് solidification time, എത്ര സമയമെടുക്കും സോൾഡിഫൈ ചെയ്യാൻ. V is the casting volume, നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ വോളിയം എത്രയാണ്, അതാണ് ക്യാപിറ്റൽ V. A is the casting surface area that contacts the mold. A എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ സർഫസ് ഏരിയ, ആ മോൾഡുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന അതിൻ്റെ സർഫസ് ഏരിയ. N ഈസ് ആൻ എക്സ്പോണൻറ്റ് ജനറലി ടേക്കൺ ആസ് 2. N എന്ന് പറയുന്ന ഒരു എക്സ്പോണൻ്റാണ്. ജനറലി നമ്മളത് രണ്ടായിട്ടാണ് എടുക്കുന്നത്. ചില കണ്ടീഷൻസിൽ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 1.5 and 2 വരാറുണ്ട്. B ഈസ് എ കോയിഫിഷ്യൻറ്റ് നോൺ ആസ് ദ മോൾഡ് കോൺസ്റ്റൻറ്റ്. B എന്ന് പറയുന്നത് ഒരു കോയിഫിഷ്യൻ്റാണ്, അതിനെ നമ്മൾ മോൾഡ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന്. ദ റേഷ്യോ ഓഫ് ദ കാസ്റ്റിംഗ്സ് വോളിയം ടു ഇറ്റ് സർഫസ് ഏരിയ ഇസ് ദ മോഡുലസ്. നമ്മൾ V by A വോളിയം ടു സർഫസ് ഏരിയ, അതിൻ്റെ റേഷ്യോ നമ്മൾ എന്തെന്ന് പറയുന്നു, മോഡുലസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ M. ഈ B അതായത് നമ്മുടെ മോൾഡ് കോൺസ്റ്റൻറ്റ്, അത് നമ്മുടെ മെറ്റലിനെയും മോൾഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. The mold constant B depends on the properties of the metal such as density, heat capacity, heat of fusion and superheat. നമ്മുടെ മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസായ ഡെൻസിറ്റി, ഹീറ്റ് കപ്പാസിറ്റി, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് സൂപ്പർ ഹീറ്റ്. അതേപോലെ തന്നെ മോൾഡിൻ്റെ പ്രോപ്പർട്ടീസായ മോൾഡിൻ്റെ ഇനിഷ്യൽ ടെമ്പറേച്ചർ, അതിൻ്റെ ഡെൻസിറ്റി, മോൾഡിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി, അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി, അതിൻ്റെ വാൾ തിക്നെസ്, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു, ബി ഡിപ്പെൻഡ് ചെയ്യുന്നു. Test specimens can be cast to determine B for a given mold material, metal and condition of casting. This value can be used to compute the solidification time for other castings made under the same castings. അപ്പോൾ നമുക്ക് B ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ടെസ്റ്റ് സ്പെസിമെൻസ് ഉണ്ടാക്കിയിട്ട് ഓരോ മോൾഡ് മെറ്റീരിയലിനും ഓരോ മെറ്റലിനും ഓരോ കണ്ടീഷനിലും നമ്മൾ ടെസ്റ്റ് സ്പെസിമെൻസ് ഉണ്ടാക്കി ഓരോന്നിനും അത് ഡിറ്റർമൈൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വെർനോവ്സ് റൂളിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. നമുക്ക് ആ വെർനോവ്സ് ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ സോൾഡിഫിക്കേഷൻ ടൈം എന്ന് പറയുന്നത് മോഡുലസിൻ്റെ പവറിന് പ്രൊപ്പോർഷനാണ്. സോ മോഡുലസ് കൂടുമ്പോൾ എന്ത് കൂടുന്നു, നമ്മുടെ solidification time കൂടുന്നു. So a casting with a lower modulus cools and solidifies rapidly than the one with higher modulus. അതായത് ഹയർ മോഡുലസ് ഉള്ളതിന് എന്ത് സംഭവിക്കുന്നു, അതിന് സോളിഡിഫിക്കേഷൻ ടൈം കൂടുതൽ വേണ്ടി വരും. ലോവർ മോഡുലസ് ഉള്ളതിന് കുറച്ച് ടൈം മതി. That means the casting with small volume and large surface area will cool more rapidly than a casting with small surface area and a large volume. അതായത് മോഡുലസ് കുറഞ്ഞാൽ സോൾഡിഫിക്കേഷൻ ടൈം കുറയും, മോഡുലസ് കൂടിയാൽ സോൾഡിഫിക്കേഷൻ ടൈം കൂടും. സോ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വോളിയത്തിൻ്റെയും ഏരിയയുടെയും റേഷ്യോ ആണ്. സോ സോൾഡിഫിക്കേഷൻ ടൈം കുറയാൻ വേണ്ടിയിട്ട് മോഡുലസ് കുറയണം. മോഡുലസ് കുറയണമെങ്കിൽ എന്ത് വേണം, വോളിയം കുറവായിരിക്കണം, അതേപോലെ ഏരിയ കൂടുതലായിരിക്കണം. ആ ഒരു ഫ്രാക്ഷനിൽ ന്യൂമറേറ്റർ കുറയണം, ഡിനോമിനേറ്റർ കൂടണം. സോ ദ വോളിയം ഷുഡ് ബി സ്മോൾ ആൻഡ് ദ ഏരിയ ഷുഡ് ബി ലാർജർ. സോ ഒരു ചെറിയ വോളിയവും വലിയ സർഫസ് ഏരിയയും ഉള്ള കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് കൂളാവും, അതായത് അതിന് കുറച്ച് സോളിഡിഫിക്കേഷൻ ടൈം മതിയാവും. അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം. സിൻസ് എ റൈസർ and a casting are both within
the same mold and fill with the same metal under the same conditions, Vernov's rule can be used to ensure that the casting will solidify before the riser. This is necessary if the liquid within the riser is to effectively feed the casting to compensate for solidification shrinkage. അതായത് സോൾഡിഫിക്കേഷൻ ശ്രിങ്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കണം? നമ്മുടെ കാസ്റ്റിംഗ് സോൾഡിഫൈ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ റൈസറിൽ നിന്ന് മെറ്റൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ റൈസർ ഒരിക്കലും നമ്മുടെ കാസ്റ്റിംഗ് സോൾഡിഫൈ ചെയ്യുന്നതിന് മുന്നേ സോൾഡിഫൈ ചെയ്യാൻ പാടില്ല. അതായത് ആദ്യമേ കാസ്റ്റിംഗ് ആയിരിക്കണം സോൾഡിഫൈ ആകേണ്ടത്. അതിനു മുന്നേ റൈസർ സോൾഡിഫൈ ആകാൻ പാടില്ല. അല്ലാത്ത പക്ഷം റൈസർ ആദ്യമേയാണ് സോൾഡിഫൈ ആയി പോയി എങ്കിൽ എന്ത് സംഭവിക്കും? പിന്നീട് റൈസറിൽ നിന്ന് ക്യാവിറ്റിയിലോട്ട് എന്ത് വരില്ല? മോൾട്ടൺ മെറ്റൽ വരില്ല. അത് നമുക്ക് ഈ വെർനോവ്സ് റൂള് വെച്ച് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയും. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ലഭിക്കണമെങ്കിൽ ആദ്യമേ കാസ്റ്റിംഗ് സോൾഡിഫൈ ആകണം. അതിനുശേഷം മാത്രമേ റൈസർ സോൾഡിഫൈ ആകാൻ പാടുള്ളൂ. റൈസറിനുള്ളിലെ മെറ്റൽ സോൾഡിഫൈ ആകാൻ പാടുള്ളൂ. അതായത് റൈസറിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈം എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. കാസ്റ്റിങ്ങിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈമിനെക്കാട്ടി കൂടുതലായിരിക്കണം എന്ത്? റൈസറിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈം. കാസ്റ്റിങ്ങിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈം കുറവാണെങ്കിൽ അത് ആദ്യമേ സോൾഡിഫൈ ആകും. അതിനുശേഷം മാത്രമാണ് കൂടുതൽ ടൈമോ സോൾഡിഫിക്കേഷൻ ടൈമുള്ള റൈസർ സോൾഡിഫൈ ആകുന്നത്. That means to feed molten metal to the casting, TS, that is solidification time of the riser, must be greater than solidification time of the casting. റൈസറിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈം കാസ്റ്റിങ്ങിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈമിനെക്കാട്ടിയും കൂടുതലായിരിക്കണം. അതായത് ആദ്യമേ ഏത് സോൾഡിഫൈ ആകണം? കാസ്റ്റിംഗ് സോൾഡിഫൈ ആകണം. അതിനുശേഷം റൈസർ സോൾഡിഫൈ ആകണം. Since mold constants of riser and casting will be equal, design the riser to have a larger modulus so that the main casting solidifies first. നമ്മൾ പറഞ്ഞു നമ്മുടെ മോൾഡ് കോൺസ്റ്റൻറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലിനെയും നമ്മുടെ മോൾഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മളുടെ കാസ്റ്റിങ്ങിൻ്റെയും അതായത് നമ്മുടെ മോൾഡ് ക്യാവിറ്റിയുടെയും റൈസറിൻ്റെയും മോൾഡ് കോൺസ്റ്റൻറ്റ് സെയിം ആയിരിക്കും. കാരണം അത് ഒരേ മോൾഡിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സോ അതിൻ്റെ ബി എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, ഒരേ കണ്ടീഷൻസ് തന്നെയാണ് അതിരിക്കുന്നത്. സോ സോൾഡിഫിക്കേഷൻ ടൈം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് റൈസറിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത്? ബി ആൾറെഡി രണ്ടിൻ്റെയും സെയിം ആണ്. പിന്നെ ബാക്കിയുള്ളത് ഏതാണ്? എം ആണ്, നമ്മുടെ മോഡുലസ് ആണ്. സോ റൈസറിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസറിൻ്റെ മോഡുലസ് കൂട്ടണം. സോ ദ റൈസർ ഷുഡ് ഹാവ് എ ലാർജർ മോഡുലസ് സോ ദാറ്റ് ദ മെയിൻ കാസ്റ്റിംഗ് സോൾഡിഫൈസ് ഫസ്റ്റ്. റൈസറിന് മോഡുലസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ സോൾഡിഫിക്കേഷൻ ടൈം കൂടുന്നു. അങ്ങനെ നമുക്ക് ആദ്യമേ റൈസർ സോൾഡിഫൈ ആകുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വെർനോവ്സ് റൂളിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.